പിന്നിന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് നൗറി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? പ്രത്യേകിച്ചൊന്നുമില്ല. ആസ് യൂഷ്വൽ എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഇഫ്താർ കിറ്റ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഞ്ഞിപ്പുരയിൽ നിന്നാണ് ഇഫ്താർ കിറ്റ് വാങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എവിടുന്നാണ് വാങ്ങുന്നതെന്ന് അറിയാമോ? നമ്മൾ കോഴിക്കോടൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇപ്രാവശ്യം ഇഫ്താർ കിറ്റ് വാങ്ങുന്നത്. അപ്പോൾ 2 ഇഫ്താർ കിറ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് എത്തുന്ന താമസമേ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം വാങ്ങിയ ഇഫ്താർ കിറ്റ് 1,200. ഇവിടെ കോഴിക്കോടൻ റെസ്റ്റോറൻറ്റ് 2 ഇഫ്താർ കിറ്റ് ഉണ്ട്. 2 500-ൻ്റെ ഉണ്ട്, 1 200-ൻ്റെ ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കോഴിക്കോടൻസിൽ നിന്ന് വാങ്ങാറുണ്ട്. കാരണം ഞങ്ങൾക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വർഷവും റമദാനിൽ അവിടുത്തെ വലിയ കിറ്റാണ് വാങ്ങാറുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ വലിയ കിറ്റ് തന്നെ വാങ്ങിയത്. 2 വലിയ കിറ്റ്, 2 500-ൻ്റെ വലിയ കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ എത്തട്ടെ, കുറച്ച് സമയം എടുക്കും. പിന്നിന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്നെൻ്റെ 2ാമത്തെ സിസ്റ്ററിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് അവളുടെ 14ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ റെഡ് വെൽവെറ്റ് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്തിയില്ല, എത്തുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. പോയി മേടിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അല്ലോ ഹറാം ആൾക്കാർ നോമ്പ് സമയത്ത് കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നത് നമ്മളിപ്പോൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കേക്ക് മേടിക്കുന്നു, മുറിക്കുന്നു, തിന്നുന്നു. കാരണം ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴല്ലേ നമുക്ക് നല്ല അടിപൊളി കേക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ചാൻസ് ഒക്കെ മിസ് ചെയ്യണം? അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ. എൻ്റെ സിസ്റ്റർ എനിക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ അവൾക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വരാനും ഏക്ക് ഭയങ്കര നാണോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കേക്ക് മാത്രം കാണിക്കാം. അപ്പോൾ നമുക്ക് ഇഫ്താർ കിറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം എടുക്കും തോന്നുന്നു, തിരക്കല്ലേ ഗായ്സ്. അങ്ങനെ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിസ്റ്ററിൻ്റെ പേര് സൗനി എന്നാണ്. ഞങ്ങൾ കറക്റ്റ് എഴുതി കൊടുത്തിട്ട് അവർ എന്നെ എഴുതിയില്ല, സൗവിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടല്ലോ. നോമ്പ് തുറന്നിട്ട് വേണം ഇനി അത് മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ കോഴിക്കോടൻസിൽ കിറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ്, കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ മറിച്ചതെല്ലാം കൂടെ താഴെ വീടും. ഞാൻ ബാക്ക് ക്യാമറ ഇന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളെ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് 2.5 ദിനാറിൻ്റെ ഇഫ്താർ കിറ്റ്. ഇത് തുറന്നു നോക്കാം. വാവ്, കുറേ പൊതികളുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ അയച്ചിട്ട് കാണിച്ചു തരാവേ. സ്പൂണൊക്കെ ഉണ്ട്, സ്പൂൺ ജ്യൂസെല്ലാം ഉണ്ട്. ഇട്ടാ നമ്മൾ ഈ തുറന്നേ തുറന്നപ്പോൾ ഒരു പൊറോട്ട ഉണ്ട്, ഒരു പത്തിരി അല്ലേ ഇത്? ഒരു പത്തിരി ഉണ്ട്. പിന്നെ ഇത് കപ്പയുടെ കറി. ഇതെന്തോ എനിക്ക് അറിയത്തില്ല, ഇത് കഞ്ഞിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് ചിക്കൻ്റെ കറിയാണ്. പിന്നെ ഇത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, വെള്ളം ഉണ്ട്. പിന്നെ താഴത്തെ 2 പൊതി ഞാൻ കാണിച്ചു തരാം. അത് സ്നാക്സും ബിരിയാണിയാണ്. എനിക്കറിയാം, എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് 2 തുറന്ന് നോക്കാം. ഇതുവരെ സ്പെഷ്യൽ കോഴിക്കോടൻസിൽ ഞങ്ങൾക്ക് കോഴിക്കോടൻസിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ടാ ബിരിയാണി. പിന്നെ ഇത് സ്നാക്സാണ്. ഒരു മിനിറ്റ്. വാവ്, സ്നാക്സ്. ഇതെന്താണ്? ഇത് ഉന്നക്കായ്, ഇത് കട്ട്ലറ്റ്. ഇതെന്താ ഗൈസ്? ഇതെന്താ സംഭവം? ഇതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ നോമ്പ് തുറന്നിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഗൈസ്, ഇതൊക്കെയാണ് അപ്പോൾ കിറ്റിലുള്ള സാധനങ്ങൾ. നോമ്പ് തുറക്കാനായിട്ടില്ല, ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. പിന്നെ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ 2 കിറ്റ് വാങ്ങി. 2 കിറ്റിലും വേറെ വേറെ സ്നാക്സ് ഉള്ളത്. ആദ്യത്തെ കിറ്റ് വന്നപ്പോഴാണ് എൻ്റെ സിസ്റ്റർ സൈഡിൽ ഇരിപ്പുണ്ട്. അവൾ ഓൾറെഡി ഈറ്റിങ് തുടങ്ങി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ 15 മിനിറ്റും കൂടെ ഉണ്ട്. കഴിക്കുന്ന വീഡിയോ ഒന്ന് എടുക്കാം. ഗൈസ്, അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്ത് നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി വാങ്ങി വിളിച്ച് നോമ്പ് തുറക്കാണ്. ആദ്യം തന്നെ ഞാൻ ഡേറ്റ്സ് കഴിച്ചു, പിന്നെ ഞാൻ വെള്ളം കുടിച്ചു, പിന്നെ ഞാൻ കട്ട് ഫ്രൂട്ട്സ് ആണ്. ഞാൻ റൈറ്റ് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാലോ, വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ തോന്നിക്കും. റൈറ്റ് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഓരോന്ന് പയ്യെ എടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ ആ കട്ട് ഫ്രൂട്ട്സിലെ ഓറഞ്ച് എടുത്തു, പിന്നെ ഞാൻ മുന്തിരിങ്ങ കഴിച്ചു. വാട്ടർമെലൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ സിസ്റ്റർ എടുത്തുകൊണ്ട് പോയി. പിന്നെന്താ, അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്നാക്സ് ആണ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 എണ്ണത്തിൽ വേറെ സ്നാക്സ് ഉണ്ട്. എൻ്റെ അതിനകത്ത് ഈ റെഡ് കളർ ഒരു സാധനം. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ റെഡ് കളർ ഉന്നക്കായാണെന്ന്. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ മനസ്സിലായി നല്ല അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു. ഈ ചിക്കൻ്റെ സാധനം ഉന്നക്കായ നല്ല ടേസ്റ്റ് ആയിരുന്നു. കട്ട്ലറ്റ് കുഴപ്പമില്ലായിരുന്നു, എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഉന്നക്കായുടെ ഈ ചിക്കൻ്റെ സ്നാക്സ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരി, പൊറോട്ട, ചിക്കൻ കറി, കപ്പക്കറി. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് ആ ഫ്രൂട്ട്സ് പാക്ക് ചെയ്ത പ്ലാസ്റ്റിക്കിൽ കൊണ്ട് മുറിഞ്ഞായിരുന്നേ. പിന്നെ കഴിക്കാൻ വേണ്ടി പത്തിരി, പൊറോട്ട, കറി, ചിക്കൻ കറി ഉണ്ടായിരുന്നു, കപ്പക്കറി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ഞങ്ങളത് മമ്മിക്ക് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ കിറ്റ് തുറന്നപ്പോൾ ഒരു വെള്ള കളർ കഞ്ഞിയാണെന്ന് പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു. അത് കഞ്ഞിയൊന്നല്ല കേട്ടോ, അത് പായസമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയും മുക്കി കഴിച്ചു. എൻ്റെ ആർത്തി കാരണം കഴിക്കുന്ന സമയത്ത് കറിയൊക്കെ എങ്ങോട്ടൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ, പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയും. ഈ സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കേക്കാണ് മുറിച്ചത്. കാരണം ഞങ്ങൾ രാവിലെ തൊട്ടേ ഈ കേക്ക് ഇങ്ങനെ മുറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്ക്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പത്തിരി, പൊറോട്ട, സ്നാക്സ്, ചിക്കൻ ബിരിയാണി, ഇതൊക്കെ നല്ല അടിപൊളി. 2.5 ദിനാറുള്ള ഫുഡ് എന്തായാലും ഉണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.